സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളായ ഇസ്ലാം കാര്യങ്ങൾ, ഈ ഇസ്ലാം കാര്യങ്ങൾ അതുപോലെ തന്നെ ഈമാൻ കാര്യങ്ങളും ഇവയൊക്കെ വിശ്വസിച്ച് പ്രാവർത്തികമാക്കുന്നവനാണല്ലോ യഥാർത്ഥ മുഅ്മിൻ. അപ്പോൾ ഈ കാര്യങ്ങൾ വിശ്വസിച്ചവരെ നമ്മൾ പരസ്പരം എന്താക്കരുത്, അവരെ പറ്റി നമ്മളെന്ത് ചെയ്യരുത്, ശിർക്കാരോപണമോ അതല്ലെങ്കിൽ അവനൊന്നും മുസ്ലിം അല്ല എന്നോ പറയാൻ, എത്രത്തോളം നിസ്കരിക്കാത്തവനാണെങ്കിൽ പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് ഒരാളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ നിസ്കരിക്കാത്തവനെ അതിൻ്റെ നിർബന്ധത്തെ നിഷേധിക്കലോട് കൂടിയാണ്, നിസ്കാരം എന്ന് അറിയണമെന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നിഷേധിക്കുകയാണെങ്കിലാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അല്ലാതെ ഇരുന്നാൽ അവൻ പാപിയാകും, ദോഷിയാണ് ആകുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അവൻ്റെ ഈമാൻ ശരിയായിട്ടില്ല, അവൻ മുസ്ലിം അല്ല എന്നൊന്നും പറയാൻ നമുക്ക് അർഹതല്ല. അവനവൻ്റെ ഈമാൻ അവനാൻ സൂക്ഷിക്കുക. നമ്മൾ നല്ല ആളാണോ നമ്മൾ ചീത്ത ആളാണോ എന്ന് നമുക്കറിയാം. എത്ര ആളുകൾ, നല്ല നല്ല ആളുകൾ ഇവിടെ എന്താണ് പയച്ചു പോയിട്ടുണ്ട്. ബല്ലാം ഇബ്നു ബൗറയ മുമ്പ് ചരിത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ആവർത്തിക്കണില്ല. 12,000 ക്ലർക്കന്മാരുണ്ടായിരുന്നു താൻ പറഞ്ഞത് ലോഹുൽ മഹ്ഫൂദിൽ നിന്ന് നോക്കിയതാനെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും സ്ഥാനമുള്ള ആളുകളൊക്കെ ഇവരൊക്കെ വഴിപയച്ച് പോയെങ്കിൽ നമ്മളൊക്കെ ആക്കിബത്ത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഒരു വാക്ക് മതി നമ്മളെ ഈമാൻ നഷ്ടപ്പെടാൻ. ഒരു മുസ്ലിമിനെ പറ്റി, ഒരു മുഅ്മിനെ പറ്റി അവൻ മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കല്ലെങ്കിൽ നമ്മൾ ശിർക്ക് ഇങ്ങോട്ട് തിരിച്ചടിക്കും. അതാണ് നമ്മളെ ഈ തത്വം, ഇസ്ലാമിക തത്വം അതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവനവൻ്റെ നാവ് സൂക്ഷിച്ചിട്ട് മറ്റുള്ളവരെ പോരായ്മകൾ കണ്ടുപിടിക്കാതെ അവനവൻ്റെ ന്യൂനതയും പോരായ്മയും കണ്ടുപിടിക്കുക. യൂട്യൂബ് ചാനലുകൾ തുറന്നാൽ തന്നെ ഉള്ളത് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തുകളിലും പഴിചാരലുമായിട്ട് അവനെ ഓരോരുത്തരും അവൻ ശുദ്ധമാണെന്ന് നോക്കുക ചെയ്യുന്നത്. അവൻ്റെ കാര്യം വളരെ ക്ലിയറാണ്, മറ്റവൻ്റെ കാര്യം അന്വേഷിക്കുക. എന്നിട്ട് ആരോരുമില്ലാത്ത പോയി കിടക്കേണ്ട ഖബറിൽ നമ്മളെ ഇബാദത്ത് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് അവിടെയൊക്കെ എന്താണ് നമ്മൾ മറ്റവൻ്റെ കാര്യം അവനെ ചീത്ത പറഞ്ഞിട്ട് അവനെ ദീനിൽ നിന്ന് പുറത്താക്കുക. ഒരാളെ ദീനിൽ ഇസ്ലാമിലുള്ള ഒരാളെ അടുപ്പിക്കാനല്ലാതെ പുറത്താക്കാനൊന്നും നമുക്ക് അർഹതല്ല. വിവരമില്ലാത്തവർ വിരദോഷികളായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് ഈ ശിർക്ക് ആരോപിക്കുന്നത്. ഇതുവരെ അവർ സുന്നികളായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണല്ലോ ഈ ആരോപണം നടത്തുന്നത്. ഇവിടെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, കർമ്മങ്ങളൊക്കെ പഴയ കാലത്തെ ഇവിടെ കേരളത്തിൽ മാലിക് ബിൻ ദീനാറും കൂട്ടരും വന്നപ്പം അവരെന്ത് കാണിച്ചു തന്നോ, ഇസ്ലാമിൻ്റെ സന്ദേശമായിട്ട് അവർ കേരളത്തിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹിൻ്റെ മാതൃകയായിട്ട് കാണിച്ചു തന്നൊക്കെ ഇവിടെ സുന്നികൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ അനാചാരങ്ങൾ കുറേ നമ്മളെ ഇബാദത്തുകളിലും പ്രവർത്തനങ്ങളിലൊക്കെ വന്നു ചേരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കും വേണം. എന്ന് വെച്ചുകൊണ്ട് അനാചാരങ്ങൾ വരുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആ സംഗതി തന്നെ വേണ്ടെന്ന് വെക്കലല്ല. ഒരു വിവാഹം നടത്തുമ്പോൾ എന്തൊക്കെ അനാചാരങ്ങൾ വരുന്നുണ്ട്, അത് അതിൻ്റെ വിവാഹം നടത്തേണ്ടതെന്നാണ്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നമ്മളെ ഈമാൻ, നമ്മളെ നിസ്കാരം, നമ്മളെ തഖ്വ. ഇന്നത്തെ വാലിൻ്റെ സദസ്സുകൾ ഒരു സദസ്സിൽ ചെന്നിരുന്നാലെങ്കിൽ യൂട്യൂബ് തുറന്നാൽ പഠിക്കാൻ പറ്റി എന്താണ് ഇന്ന് കിട്ടുന്നത്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ പഠിപ്പിക്കണം. ഇപ്പം അങ്ങനെയല്ല, വശീകരിച്ചെടുത്തുകൊണ്ട് സ്വത്ത് പൈസ കൊടുത്തുകൊണ്ട് പാർട്ടിക്കാട് കൂട്ടുന്ന സാഹചര്യമാണ്. എല്ലാം എന്താക്കി സമ്പൽവരിക്കപ്പെട്ടു. ഒരു ഭാഗം മുസ്ലിമീങ്ങളെ, സുന്നികളെ ഈ ഖബർ വ്യാപാരികൾ എന്ന് പറയുമ്പോൾ ഖബർ വ്യവസായികൾ എന്നാണ് സുന്നികളെ ആക്ഷേപിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ മക്ബറുള്ള സ്ഥലത്ത് അവിടെ എന്താണ് ഒരു പെട്ടി വെച്ച് പണം പിരിക്കണത്. ഈ പണം പിരിച്ചിട്ട് അതെന്താണ് നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇതായിട്ടില്ല, പള്ളിക്കും പണം പിരിച്ചിട്ടില്ല. പള്ളിയൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹിൻ്റെ പേര് പറഞ്ഞ് വിരിക്കാൻ പറ്റുമെന്നപ്പം നമ്മൾ ചോദിക്കേണ്ടി വന്നാൽ. ശ്രമദാനത്തിലൂടെയാണ് അവർ പള്ളി നിർമ്മിച്ചത്. ഓരോരുത്തർ കല്ല് കൊണ്ടു കൊടുത്തു, എന്നതുപോലെ തന്നെ മണ്ണ് കൊണ്ടു കൊടുത്തു, ഇങ്ങനെ ഈ മരങ്ങൾ കൊണ്ടു കൊടുത്തു, അങ്ങനെ ശ്രമദാനത്തിലൂടെ പള്ളി നിർമ്മിച്ചത്. അല്ലാതെ പൈസ വാങ്ങിയിട്ടൊന്നും പിരിവടത്തിയിട്ടില്ല. എത്രത്തോളം റസൂലുള്ളാഹിൻ്റെ കാലത്ത് നടന്ന കല്യാണങ്ങൾ, വിവാഹങ്ങൾ, വിവാഹ ദിവസം സദ്യ ഉണ്ടാക്കി സൽക്കരിച്ചൊരു സംഗതി അന്നില്ല. റസൂലുള്ളാഹി ഇരിക്കുന്ന സദസ്സിൽ മദീനയിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും അത്തറിൻ്റെ പരിമളം അനുഭവിക്കുമ്പോൾ
എന്താ അത്തറിൻ്റെ വാസന, എന്നാലും വിവാഹം ചെയ്ത് പിന്നാളെ വിവാഹിതരായിരുന്നു അപ്പോഴാണ് അറിയുന്നത്. എന്നാലും വലീമത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എന്താണ് വിവാഹസദ്യ ഉണ്ടാക്കുക ചെയ്യുന്നത്. നമ്മളങ്ങനെയല്ലല്ലോ. ഇതൊക്കെ റസൂൽ കാണിച്ചു തന്നതാണോ? എന്തേത് കാര്യമുണ്ടോ എന്ന് റസൂലുള്ളാഹിൻ്റെ കാലത്തില്ലാത്ത നല്ല കാര്യങ്ങളെന്നൊക്കെ നടക്കുന്നുണ്ട്. ഇതിലൊന്നും തെറ്റ് കാണാത്തവർ എല്ലാവരും ചെയ്യണതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നന്മ കാണുമ്പോൾ ഒരു മക്കാമിൻ്റെ മക്ബറിൻ്റെ അടുത്ത് അതിനെ സാലിഹ്യങ്ങളെ സജ്ജനങ്ങളായ മക്കാമിൻ്റെ അടുത്ത് വെച്ച് അവിടെ വെച്ച് പൈസ പിരിച്ചുകൊണ്ട് നല്ല കാര്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ ഏത് സദസ്സിലപ്പം അങ്ങനത്തെ പിരിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇതൊക്കെ ശിർക്കും കുഫറുമാണെന്ന് പറയാൻ എന്താണ് ഇവർക്കുള്ള ലക്ഷ്യം? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഏതെങ്കിലും മുറിമൗലവിമാരെന്തെങ്കിലും പറയുന്നത് മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു പറഞ്ഞാൽ അതിന് മുറിമൗലവിമാർ ദീൻ നശിപ്പിക്കും, ആ ഒരു ചിന്താഗതിയിലാണ് ഉള്ളത്. എന്നാൽ സുന്നീസത്തിലുള്ള ആളുകൾ ചില ആളുകൾ സുന്നീന്ന് വിട്ടുപോയി കണ്ട് സുന്നീസ് തന്നെയാണ് പറയുന്നത്. എല്ലാത്തിനും എന്താണ് ഒരു ഭയങ്കര സ്ട്രോങ് കൊടുത്തുകൊണ്ട് ഉള്ള ആളുകൾ അള്ളാൻ്റെ ഔലിയാക്കളെ പേരിലൊക്കെ ഇല്ലാത്ത കളവുകളും കറാമത്തുകളും പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെയുള്ള മഹാന്മാരെന്താണ് നിന്ദിക്കുന്ന സാഹചര്യമാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെയും മറ്റുള്ള വിഭാഗം തീരെ വേണ്ടാന്നു, ഒരു ഭാഗം എന്ത് ചെയ്യുന്നു അമ്പിയാക്കളെയും ഔലിയാക്കളൊക്കെ കൊണ്ട് പുകഴ്ത്തിയിട്ട് ഈ അർഹമല്ലാത്ത സ്ഥാനങ്ങൾ വകവെച്ച് കൊടുക്കുക. മറ്റുള്ള സ്ഥാനങ്ങൾ അതൊന്നും ഇല്ല തന്നെ, ബഹുമാനമില്ല, ഓർമ്മത്തില്ല, കറാമത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ സത്യവിശ്വാസി എന്ത് ചെയ്യണം? അവൻ്റെ ഈമാൻ സൂക്ഷിക്കാം. അവൻ്റെ ഈമാൻ സൂക്ഷിച്ചിട്ട് സ്വന്തം നന്നാൻ നോക്കുക. ഇതിനുള്ള തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകം കണക്കിലെടുക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞാൻ പറയുന്ന വാചകങ്ങളിൽ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരണമെന്നും കമൻറ്റിലൂടെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തതിൽ മഴ വർഷിപ്പിക്കുന്ന മലക്ക് ഈ മീക്കായിൽ അലൈഹി സ്വലാം എന്നുള്ളത് ജിബ്രീൽ എന്ന് ഈ നാഗുബാബ് കൊണ്ട് വന്നു പോയിട്ടുണ്ട്. അത് ക്ഷമിക്കണമെന്നും അള്ളാഹ് നമുക്കൊക്കെ മാഫറത്ത് നൽകട്ടെ എന്നും കാമിലായ ഈമാനോട് കൂടെ മരിക്കാനും എല്ലാവരെയും ഒന്നായി കാണാനും സൗഹാർദ്ദത്തോടു കൂടെ ജീവിക്കാനും അവസാനം ഈമാനോട് കൂടെ പുഞ്ചിരിച്ച് മരിക്കാനും അള്ളാഹ് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.